Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ പോരിന് കളമൊരുക്കുന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പ്രധാന മുന്നണികളായ LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണമാണ് തിങ്കളാഴ്ചയോടെ പൂർത്തീകരിച്ചത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒന്നുകൂടി വർദ്ധിച്ചു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ, UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, NDA സ്ഥാനാർത്ഥി രവി കുളങ്ങര എന്നിവർ നേരത്തെ തന്നെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് തേടി സജീവമായെങ്കിലും 3 പ്രധാന സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം നടത്തിയതോടെ ചിട്ടയായ സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെ വിവിധ പ്രചരണ വോട്ട് അഭ്യർത്ഥനാ മാർഗങ്ങളുമായി ഇനി പോരാട്ടം കടുക്കും. ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFിലെ പ്രമുഖ നേതാക്കളോടൊപ്പമാണ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിനെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപവരണാധികാരി G സുരേഷ് ബാബു മുൻപാകെയാണ് അദ്ദേഹം പത്രിക കൈമാറിയത്. UDFിലെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം നടത്തിയത്. രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടാകും. എന്നെ CPMൽ നിന്ന് പുറത്താക്കിയതാണ്. UDFിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ CPMന് ഈ നിലയിലെല്ലാം ആകാമെങ്കിൽ CPMൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് ആ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്, അതിലെന്താ അപാകത എന്നത് ചൂണ്ടിക്കാണിക്കാൻ ഇവർ സന്നദ്ധമാകേണ്ടതുണ്ട്. പാർട്ടി അണികളെ എനിക്കെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന നിലയിലുള്ള ആലോചനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങളാണ് LDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമങ്ങളുണ്ടാക്കാൻ, കുഴപ്പങ്ങളുണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. UDF ചെയർമാൻ ഉമ്മർ, കൺവീനർ ഷുക്കൂർ ഹാജി, K ജയരാജ്, MK രാജൻ, RSP നേതാവ് സുഭാഷ്, C വൈശാഖ്, PP കോമളവല്ലി, DK ഗോപിനാഥ്, U മാധവൻ, P പ്രസന്നൻ തുടങ്ങിയ നേതാക്കൾ പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണൂരിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലം വരണാധികാരി മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാവിലെ കണ്ണൂർ DCC ഓഫീസിൽ എത്തിച്ചേർന്ന സ്ഥാനാർത്ഥിയെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നേതാക്കളും സഹപ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം K സുധാകരൻ MPയുടെ നടാലിലെ വീട്ടിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം തേടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിൽ എത്തിച്ചേർന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കണ്ണൂർ കാൾടെക്സ് പരിസരത്തു നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ സമർപ്പിക്കാനെത്തിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം നേതാക്കളായ KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ്, കൺവീനർ SKP സക്കറിയ, കല്യാശ്ശേരി മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ കൂനത്തറ മോഹനൻ, V രാജൻ, മുസ്ലിം ലീഗ് നേതാവ് AP ബദറുദ്ദീൻ, ബഷീർ, CMP നേതാവ് രഘു അടുത്തില, സന്ദീപ് പാണപ്പുഴ, ലിഷ ജസ്സി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
പയ്യന്നൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി AP ഗംഗാധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഉപവരണാധികാരി G സുരേഷ് ബാബു മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂർ മാരാർജി മന്ദിരത്തിൽ നിന്നും നേതാക്കളും പ്രവർത്തകരുമൊപ്പം പ്രകടനമായി പുറപ്പെട്ട് നഗരം ചുറ്റി പയ്യന്നൂർ താലൂക്ക് ഓഫീസിലെത്തിയ പയ്യന്നൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി AP ഗംഗാധരൻ ഉപവരണാധികാരി G സുരേഷ് ബാബു മുമ്പാകെ പത്രിക സമർപ്പിച്ചു. മുൻ മംഗലാപുരം MP നളിൻകുമാർ കട്ടിൽ, MP രവീന്ദ്രൻ, ധനേഷ് കണിയൻകുന്ന്, പനക്കീൽ ബാലകൃഷ്ണൻ, സുനിൽകുമാർ പെരിങ്ങോം, AK രാജഗോപാൽ മാസ്റ്റർ, മിഥുൻ C നായനാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ അവരെടുത്തിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഒരു 2 മാസം മുമ്പ് വരെ ഈ UDF കോൺഗ്രസിനെതിരെ പടയോട്ടം നടത്തിയ വ്യക്തിയാണ്. വർഷങ്ങളോളം 40ഓളം വർഷങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ച ഒരാളെ ഇപ്പോൾ ഗതികേട് കൊണ്ട് തങ്ങളെ ഉപദ്രവിച്ച നേതാവിനെ തന്നെ CPM പുറത്താക്കിയപ്പോൾ ചുമലിലെടുത്തുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പിന്തുണക്കാൻ വേണ്ടി തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ കൂടിയായ പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറി. പയ്യന്നൂർ മാവിച്ചേരി ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കാഞ്ഞങ്ങാട് P ദാമോദരൻ പണിക്കർ തുക കൈമാറി. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ കൂടിയായ TI മധുസൂദനന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കേരള പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈമാറി. പയ്യന്നൂർ മാവിച്ചേരി ഭഗവതി ക്ഷേത്ര പരിസരത്തു നടന്ന ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കാഞ്ഞങ്ങാട് P ദാമോദരൻ പണിക്കർ തുക കൈമാറി. PK ശശീന്ദ്രൻ അന്തിതിരിയൻ, തമ്പാൻ കാരണവർ, ക്ഷേത്രേശന്മാർ, സംസ്ഥാന വൈസ് ചെയർമാൻ N കൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പണിക്കർ, സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കയ്യൂർ, വൈസ് ചെയർമാൻ സന്തോഷ് പാലായി, KE വിനോദ് തവിശ്ശേരി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കൊട്ടൻകുഞ്ഞി അഡോട്ട്, സന്തോഷ് മാസ്റ്റർ പയ്യന്നൂർ തെരു, കുമാരൻ C പിലിക്കോട്, വിനോദ് കുട്ടമത്ത്, രഘുനാഥൻ കുണിയൻ, വസന്തൻ കാഞ്ഞങ്ങാട്, മനോഹരൻ T കടന്നപ്പള്ളി, സന്തോഷ് മമ്പലം, സജീഷ് കുറിഞ്ഞി തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഉത്തര മലബാറിൽ പൂരോത്സവത്തിന് തുടക്കമായി. വടക്കിന്റെ പൂരോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ. ഇനി ക്ഷേത്രങ്ങളിലും കാവുകളിലും വീടുകളിലും കാമദേവനെ പൂവിട്ട് പൂജിക്കും. പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്ത ആരാധനകളാണ് പൂരോത്സവത്തിന്റെ ഭാഗമായി ഉള്ളത്. പൂരക്കളി പ്രധാന ചടങ്ങാണ്. പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്ന് പൂരക്കളി ആരംഭിച്ച് ക്ഷേത്രങ്ങളിൽ പുറംപന്തലിൽ നടക്കുന്ന കളി ഇനിയുള്ള ദിവസങ്ങളിൽ കഴകം കയറും. പിന്നീട് ക്ഷേത്രങ്ങളിൽ അകംകളിയും എഴുന്നള്ളത്തുകളും ഉണ്ടാകും. മറുത്തുകളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ 2 ക്ഷേത്രക്കാരാണ് മറുത്തു കളിക്കുക. ആചാരപ്രകാരം കളി ഒക്കൽ ചടങ്ങ് നടന്നു. കണ്ടോത്ത് ശ്രീ കൂർബ ഭഗവതി ക്ഷേത്രവും ചെമ്പിലോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രവും ചന്തേര മാണിയാട്ടുമായാണ് ഇത്തവണ മറുത്തുകളി. ചെമ്പിലോട്ട് ക്ഷേത്രത്തിൽ നിന്നും ആചാരവടിയുമായി ക്ഷേത്രക്കാർ കണ്ടോത്ത് ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ മറുത്തുകളി കണ്ട് ഇരു ക്ഷേത്രങ്ങളിലെയും കൂട്ടായിക്കാർ കളി ഒത്തു. മാർച്ച് 28-നാണ് കണ്ടോത്ത് മറുത്തുകളി. മാർച്ച് 30-ന് ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മറുത്തുകളി നടക്കും. മാർച്ച് 31-നാണ് പൂരം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിലെ പൂരമഹോത്സവം വസന്തോത്സവമായ പൂരോത്സവത്തിന്റെ മനോഹരമായൊരു നേർക്കാഴ്ചയാണ്. മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് തുടങ്ങുന്ന തലയന്നേരിയിലെ പൂരോത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടെ അണിനിരക്കുന്ന പൂരക്കുഞ്ഞുങ്ങളാണ്. വടക്കൻ മലബാറിന്റെ പൂരവിശേഷങ്ങൾക്ക് മാറ്റുകൂട്ടി അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ
പൂരമഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിക്കുകയാണ്. മറ്റെല്ലാ പൂമാലക്കാവുകളും പോലെ തലയന്നേരിയിലും പൂരോത്സവമാണ് ഏറ്റവും പ്രധാനം. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെ നീളുന്ന 9 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. ഋതുമതികളാവുന്നതിന് മുൻപ് പെൺകുട്ടികൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശ്രീകോവിലിൽ പൂവിടുന്ന ആചാരവും പൂരത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. ഈ കുഞ്ഞുങ്ങൾ കാവിൽ തന്നെ താമസിച്ചു കൊള്ളണമെന്നാണ് നിഷ്കർഷ. വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്ന കുട്ടികൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ദേവിയെ നമസ്കരിക്കണം. മീനമാസത്തിലെ കാർത്തിക നാളിൽ കൊടിയേറി പൂരം നാളിൽ അവസാനിക്കുന്ന ഈ ഉത്സവം ആചാരപ്പെരുമ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാണ്. വെറും വയറ്റിൽ തന്നെ ദൂരെയുള്ള കാങ്കോൽ ഏച്ചിലാമ്പയൽ കുന്നിലേക്ക് കുഞ്ഞുങ്ങളും ക്ഷേത്രബാല്യക്കാരും കൂടി പോകുന്നു. കാവിലെ ജന്മക്കാരനായ വേലൻ തയ്യാറാക്കി കൊണ്ടുവരുന്ന പൂക്കൂടയിലാണ് പൂ പറിച്ചിടേണ്ടത്. കാൽനടയായി പാതുകം പോലും ധരിക്കാതെ ഏറെ ദൂരം താണ്ടിപ്പോകുന്ന കുട്ടികളുടെ ദൃശ്യം പൂരക്കാലത്തെ വേറിട്ട കാഴ്ചയാണ്. ഇന്ന് രാവിലെ ഏകദേശം 5:30 മണിക്ക് എഴുന്നേറ്റ് ഏച്ചിലാമ്പയിൽ പാറക്ക് പോയി അത് പൂ ശേഖരിച്ച് തിരിച്ചു വന്ന് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു കലശം കുളിയുണ്ട്. കലശം കുളിച്ച് കഴിഞ്ഞ് കുട്ടികൾ പുതുവസ്ത്രം കൊടുത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് കയറി പൂവിട്ട് ശേഷം പൂമാറൻ ദൈവത്തിൻ്റെ ക്ഷേത്രത്തിൽ പൂവിട്ട് ശേഷം ഉപദൈവങ്ങൾ ദേവാലയത്തിൽ പൂവിട്ട ശേഷം കുട്ടികൾ ഒരു വിഭാഗം കുട്ടികൾ മണ്ണാർപ്പുരയിലേക്കും മറ്റൊരു വിഭാഗം കുട്ടികൾ നാഗത്തിലേക്കും മറ്റൊരു വിഭാഗം കുട്ടികൾ കുളത്തിലേക്കും പോയി പൂവിട്ട ശേഷം തിരിച്ച് എല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് വീണ്ടും കാൽ കഴുകി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ദേവിയെ വന്നിച്ച് മഞ്ഞൾക്കുറി വാങ്ങി തിരിച്ചു വരും. പൂപ്പറിച്ച് തിരിച്ചെത്തി കുളിച്ച് ശുദ്ധരായതിനു ശേഷം ഒറ്റമുണ്ട് തറ്റുടുത്ത് ആദ്യം ശ്രീകോവിലിലും പടിയിലും ഉപദേവതാ സമക്ഷത്തിലും കാവിലും കുളക്കടവിലും കിണറ്റിൻകരയിലും പൂവിട്ട് വന്ദിച്ചു വേണം ഇവർക്ക് ജലപാനം നടത്താൻ. പൂരനാളിൽ പൂക്കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കിണറ്റിൻകരയിൽ നിന്നും കുളിച്ച് സാധാരണ വേഷത്തിൽ കാവിലേക്ക് ആനയിക്കുന്നു. അരിയെറിഞ്ഞ് അനുഗ്രഹം തേടുന്ന പൂരക്കുഞ്ഞുങ്ങൾ വാലക്കാരുടെ കളിപ്പന്തലിൽ തെക്കോട്ട് തിരിഞ്ഞ് തിടമ്പിനെ തൊഴുന്നു. പ്രസാദം സ്വീകരിച്ച കുഞ്ഞുങ്ങളെ ഭണ്ഡാരപ്പുരയുടെ തിരുമുറ്റത്തേക്ക് ആനയിച്ച് പൂരക്കഞ്ഞിയടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നു. ഇതോടെ തലയന്നേരിക്കാവിലെ പൂരക്കുഞ്ഞുങ്ങളുടെ വ്രതം അവസാനിക്കും. കാവിന്റെ പരിപാവനത നിലനിർത്തിക്കൊണ്ട് പഴമയുടെ പ്രൗഢിയും പുതുതലമുറയുടെ ആവേശവും പകരുന്ന ഈ പൂരമഹോത്സവം അന്നൂർ നാടിന്റെ തന്നെ ഐക്യം വിളിച്ചോതുന്ന മഹോത്സവമായി മാറി. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. വായനയ്ക്ക് പ്രായം തടസ്സമല്ലെന്ന് തെളിയിച്ച് അക്ഷരങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് പടന്ന ഉദിനൂർ കോരംകുളത്തെ കാങ്കോക്കാരത്തി തമ്പായിയമ്മ. നോവൽ, ചെറുകഥ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ സാഹിത്യത്തിന്റെ വ്യത്യസ്ത ശാഖകളിലുള്ള പുസ്തകങ്ങൾ ആവേശത്തോടെയാണ് 85-ാം വയസ്സിലും ഈ മുത്തശ്ശി വായിച്ചു തീർക്കുന്നത്. ചില ദിവസങ്ങളിൽ അതിരാവിലെ തന്നെ തമ്പായിയമ്മ തൻ്റെ വായന തുടങ്ങും. പ്രായമേറെയായിട്ടും പുസ്തക വായനയ്ക്ക് കണ്ണട പോലും ഇവർക്ക് വേണ്ട. ടെലിവിഷൻ കാണുന്നതിന് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം എന്ന പദ്ധതിയുടെ ഭാഗമായി തടിയൻകൂവൽ പോട്ടച്ചാൽ EMS വായനശാല എന്ന ഗ്രന്ഥാലയത്തിലെ ലൈബ്രറിയൻ കൂടിയായ സുശീലയാണ് തമ്പായിയമ്മയ്ക്ക് പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നത്. 2-3 നാളിടവിട്ട് പുസ്തകത്തിനായി വിളിക്കുന്നതിനാൽ ലൈബ്രറിയൻ കൂടുതൽ വലിയ പുസ്തകങ്ങൾ ഈ അക്ഷരമുത്തശ്ശിക്ക് നൽകും. എന്നാലും വായനയുടെ വേഗത എല്ലാത്തിനെയും തോൽപ്പിക്കും. TD രാമകൃഷ്ണന്റെ മാമ ആഫ്രിക്ക എന്ന നോവലാണ് തമ്പായിയമ്മ ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകം. പരേതനായ കാർക്കോട്ട് അപ്പുക്കുട്ടന്റെ ഭാര്യയാണ് തമ്പായിയമ്മ. വായനാ വസന്തം വിലയിരുത്തലിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം നടത്താനെത്തിയ ലൈബ്രറി കൗൺസിൽ ജില്ലാ താലൂക്ക് പ്രതിനിധി സംഘം തമ്പായിയമ്മയെ കണ്ട് അഭിനന്ദനം അറിയിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ, ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, സെക്രട്ടറി P. വേണുഗോപാലൻ, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർമാരായ CV രാജൻ, PV ഉണ്ണിരാജൻ, P. ശ്രീധരൻ എന്നിവർ വിലയിരുത്തലിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മിനിമലി ഇൻവേസീവ് ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തെ നൂതനാശയങ്ങൾ പരിചയപ്പെടുത്തി ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയിൽ
മെഡിക്കൽ കോളേജിലെ കാർഡിയോ തെറാസിസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലൈവ് സർജിക്കൽ വീഡിയോ പ്രസന്റേഷൻ നടന്നു. ഹൃദയ ശസ്ത്രക്രിയയിൽ വിപ്ലവകരമായ മാറ്റത്തിന്റെ നേർക്കാഴ്ചയായി മിനിമലി ഇൻവേസീവ് ശസ്ത്രക്രിയ വിദഗ്ധരുടെ കൂട്ടായ്മയിൽ ശില്പശാല സംഘടിപ്പിച്ചു. വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ അത്യാധുനിക രീതിയായ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറിയിൽ നെഞ്ചിന്റെ മധ്യഭാഗത്ത് അസ്ഥി മുറിച്ചു മാറ്റുന്ന പരമ്പരാഗത രീതിക്ക് പകരം നെഞ്ചിന്റെ വശത്തായി ചെറിയ മുറിവുണ്ടാക്കി നടത്തുന്ന ട്രാൻസാക്സിലറി ശസ്ത്രക്രിയാ രീതിയാണ് ശില്പശാലയിൽ പ്രദർശിപ്പിച്ചത്. അയോട്ടിക് വാൽവ്, മിട്രൽ വാൽവ് മാറ്റിവെക്കൽ, ഹൃദയത്തിലെ സുഷിരങ്ങൾ അടയ്ക്കുന്ന ASD സ്കോളർ ശസ്ത്രക്രിയ എന്നിവയാണ് ഈ പുതിയ രീതിയിലൂടെ വിജയകരമായി നടത്തിയത്. വലിയ മുറിവുകളില്ലാത്തതിനാൽ രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന വളരെ കുറവായിരിക്കും. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലെ പ്രമുഖ മിനിമലി ഇൻവേസീവ് സർജൻ ഡോക്ടർ ത്യാഗരാജമൂർത്തി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. പരിയാരം മെഡിക്കൽ കോളേജ് CVTS വിഭാഗം മേധാവി ഡോക്ടർ രവികുമാർ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TC പ്രജീഷ്, കാർഡിയാക് സർജർമാരായ ഡോക്ടർ റിജോയ് KP, ഡോക്ടർ ഷാനി അനിൽ, ചീഫ് കാർഡിയാക് അനസ്തറ്റിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ ബിജു എബ്രഹാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാരുടെയും ITU സ്റ്റാഫ് നഴ്സുമാരുടെയും പ്രാതിനിധ്യം ശില്പശാലയിലുണ്ടായി. ഇത്തരത്തിലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ലഭ്യമാക്കുന്നത് സാധാരണക്കാരായ രോഗികൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് ശില്പശാലയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ബിഹൈൻഡ് ദി കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് 10ാമത് സംസ്ഥാന പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ദൃശ്യമാധ്യമ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന കലാശ്രീ പുരസ്കാരം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടർ നികേഷ് താവം ഏറ്റുവാങ്ങി. പ്രശസ്ത സിനിമാ നടി രോഹിണി ഉപഹാരം വിതരണം ചെയ്തു. ബിഹൈൻഡ് ദി കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് കണ്ണൂർ 10ാമത് സംസ്ഥാന പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ദൃശ്യ മാധ്യമ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന കലാശ്രീ പുരസ്കാരം പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടർ നികേഷ് താവം ഏറ്റുവാങ്ങി. പ്രശസ്ത സിനിമാ താരം രോഹിണി ഉപഹാര വിതരണം നിർവഹിച്ചു. കണ്ണൂർ ശിക്ഷക് സദനിൽ മുൻ MLA M. പ്രകാശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം രോഹിണി ഉപഹാര വിതരണം നിർവഹിച്ചു. ബിഹൈൻഡ് ദി കർട്ടൻ ഡയറക്ടർ ബിജു ഇരിനാവ്, കൺവീനർ ഉണ്ണിരാജ് ചെറുവത്തൂർ, ജൂറി ചെയർമാൻ TP സുനിൽകുമാർ, സംഗീത സംവിധായകൻ വിനോദ് ചെറുകുന്ന, VV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി നൃത്തനൃത്യങ്ങളും ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ദിനേശ് BD ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നടത്തി. പയ്യന്നൂർ ദിനേശ് BD ബ്രാഞ്ച് 1ൽ നിന്നും വിരമിക്കുന്ന PV വനജ, PE ഉഷാകുമാരി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. രൂപീകരിച്ചപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ വലിയ മാർക്കറ്റായിരുന്നു പ്രൊഡക്റ്റ് നമുക്ക് ലഭിച്ചു വന്നിരുന്നത്. പക്ഷെ ക്രമേണ എന്നുള്ള അതിൻ്റെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചു. അതും പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഒരു ദിവസം ജോലി കുറച്ചിട്ടാണ് ഇപ്പോൾ അവിടെയുള്ളത്. ദിനേശ് BD തൊഴിലാളികൾക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ജോലി നൽകുന്നു. 44,000 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് 1500 താഴെ തൊഴിലാളികൾ മാത്രമാണ് വീട് തൊഴിലാളികളായിട്ട് തൊഴിൽ ചെയ്യുന്നവരായിട്ട് ഇന്നുള്ളത് എന്നതാണ്. NB ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. M. ഗോവിന്ദൻ, CM സരോജിനി, സുമതി, PE ഹരിദാസൻ, TP ലീല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. നിരവധി പേർ മത്സരത്തിൽ പങ്കാളികളായി. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. AV സ്മാരക ഹാളിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. മതനിരപേക്ഷ നവകേരളം എന്നതായിരുന്നു പ്രസംഗ വിഷയം. നിരവധി പേർ മത്സരത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി സ്മാരക എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് ബിരുദദാന ചടങ്ങ് നടത്തി. കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ S. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ MDP കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ 50-ൽ പരം വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത്.
രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ബിരുദദാന ചടങ്ങിൽ കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ സർട്ടിഫിക്കറ്റുകൾ നൽകി. ചടങ്ങിൽ കോളേജ് ചെയർമാൻ അഷ്റഫ് അലി ബഷീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അബ്ദുൽ ഖാദർ കുഞ്ഞെ, ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം പരിധാവി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അരുൺകുമാർ, സെക്രട്ടറി CH അബ്ദുൾ റഹീം, ട്രഷറർ TV ചന്ദ്രദാസ്, കോളേജ് ഡയറക്ടർമാരായ VV ബാബുരാജ്, പ്രദീപ് കുമാർ രാമപുരത്ത്, ഡോക്ടർ പ്രിയ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്നൂർ KMK കലാസമിതിയുടെ വാർഷികാഘോഷവും KMK അനുസ്മരണവും കലാസമിതി പരിസരത്ത് വെച്ച് നടന്നു. MT അന്നൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അന്നൂർ KMK കലാസമിതിയുടെ വാർഷികാഘോഷവും KMK അനുസ്മരണവും കലാസമിതി പരിസരത്ത് വെച്ച് നടന്നു. കലാസമിതി പ്രസിഡന്റ് VTV രാഘവന്റെ അധ്യക്ഷതയിൽ MT അന്നൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അവാർഡ് ജേതാക്കളായ C കോരൻ, TP കുമാരൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ C ശ്രീകല, KV റീത, KU ഹരീന്ദ്രൻ മാസ്റ്റർ, അമിത തായമ്പത്ത്, P വിജയൻ, MV കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സുരേഷ് അന്നൂരിന്റെ കേളിപാത്രം ഡോക്യുമെന്ററി പ്രദർശനവും കരോക്കെ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റിന്റെയും റോട്ടറി ക്ലബ് ഇന്റർനാഷണലിന്റെയും നേതൃത്വത്തിൽ എടാട്ട് പറമ്പത്തെ കുളം ശുചീകരിച്ചു. NSS യൂണിറ്റിന്റെ ജലാശയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് കുളം ശുചീകരിച്ചത്. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11, റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണൽ, പയ്യന്നൂർ കോളേജ് വാട്ടർ വളണ്ടിയർ കമ്മ്യൂണിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യൂണിറ്റിന്റെ തനത് പരിപാടിയായ ജലാശയ ശുചീകരണ യജ്ഞത്തിന്റെ ഒന്നാം ഘട്ടമായി അന്താരാഷ്ട്ര ജലദിനത്തിൽ എടാട്ട് പറമ്പത്തെ കുളം ശുചീകരിച്ചു. ഗംഗാധരൻ മേലയിടത്ത് ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ P പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അജിത് കുമാർ, ഭാർത്തീവ്, MB പ്രദീപ് കുമാർ, അപർണ, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതാഴം പുത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ചെറുതാഴം പുത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. മാർച്ച് 23 മുതൽ 25 വരെ നടക്കുന്ന ഉത്സവത്തിന് മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കക്കോണി മുത്തപ്പൻ മഠപ്പുരയിൽ നിന്നും വാദ്യമേളത്തിന്റെയും മുത്തുക്കുടയുടെയും അകമ്പടിയോടെ നടന്ന കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. സമാപന ദിവസമായ മാർച്ച് 25-ന് ഉച്ചയ്ക്ക് 12:30 മുതൽ അന്നദാനമുണ്ടാകും. വൈകുന്നേരം തായമ്പക, ദീപാരാധന, രാത്രി 8 മണിക്ക് തിടമ്പ് നൃത്തം, തുടർന്ന് തിരുവത്താഴ പൂജ എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.